ചെയ്യാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ബേസിൽ ഇപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തി, ആ ഒരു ഗ്രാഫിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രദ്ധിച്ചായിരുന്നു? ആൾക്കാർ പറയേണ്ട കാര്യമാണല്ലോ. എന്നെ കൊണ്ട് ശ്രമിക്കുന്നതൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്, നന്നായിട്ട് ചെയ്യാൻ തന്നെയാണല്ലോ ശ്രമിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു മുമ്പ് എഴുതിയിരിക്കുന്നതിനേക്കാളും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അജേഷിന്റെ ക്യാരക്ടർ. അത് ബുക്ക് വായിക്കുന്നവർക്ക് പോലും, ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അജേഷ് 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 എന്നാണ് ബുക്ക് വായിച്ചവർക്ക് പോലും ടേക്ക് അവേ, ആദ്യത്തെ ടേക്ക് അവേ എന്ന് പറയും. അപ്പം അത് സിനിമയിലേക്ക് വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചത്. അപ്പം അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ്. ഞാൻ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ്. ആ ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയൊരു ഹൈ സിനിമ ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സ്ക്രീനിൽ വന്നപ്പോഴും അത് കിട്ടിയെന്നുള്ളതാണ്. അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് സിനിമേനെ, ആ ക്യാരക്ടറിനെ നോക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി പറ്റുന്ന പോലെയൊക്കെയുള്ള എഫേർട്ട് ആക്ടർ എന്നുള്ള രീതിയിലും ഫിസിക്കലിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്യുന്ന രീതി വളരെ ഡിഫറെന്റ് ആയിരുന്നു. ക്രിയേറ്റ് ചെയ്ത സാധനം ഉണ്ടായിരുന്നു, അതുപോലെ തമാശയായിട്ടിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കാര്യമല്ല. ഒരാളുടെ നമ്മൾ ഇവിടെയൊക്കെ തന്നെയുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ചുറ്റും നടക്കുന്നൊക്കെ അറിയാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും തമ്മിൽ റീലുകൾ അയക്കാറുണ്ട്, പറയുന്ന എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഫോട്ടോ ടൊവിനോ അവിടെ ഇട്ടപ്പോൾ അങ്ങനെ ഒരു കമന്റ് ഇടാൻ അത് കണ്ടപ്പോൾ എനിക്ക് അതായിട്ട് തോന്നി, മുട്ടകളായിട്ട് തോന്നി. അപ്പം അത് മുട്ട പപ്സിലെ മുട്ട എന്ന് കമന്റ് കിട്ടുന്നേ ഉള്ളൂ. അത് പക്ഷേ AI ആയിട്ട് വരുമെന്നും എല്ലാവരും ഞങ്ങൾ രണ്ടും മമ്മൂക്കയും ലാലേട്ടും അപ്പം കൂടി ഒന്ന് മുട്ട പപ്സ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് വരുമെന്നും അത്രയും ടെക്നോളജി വളർന്നതായിട്ട് ഞങ്ങൾ ഇമാജിൻ ചെയ്തില്ല. ഇനി കുറച്ചുകൂടെ സൂക്ഷിച്ചു വേണം അത്തരം കമന്റുകൾ ഇടാൻ. ഇതൊരു 3 വർഷം മുന്നേ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വേണ്ടി കുറെ കൊഞ്ച് കഴിച്ചായിരുന്നു. കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ നമ്മള് ചിക്കൻ കറി കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോർഷൻ കഴിച്ചു എന്നല്ല, അത് ഒന്ന് രുചിച്ചു നോക്കി, അത്രേ ഉള്ളൂ. അത്രേ ഉണ്ടായിരുന്നു. കഴിച്ചു നോക്കാൻ താല്പര്യമുണ്ട്, കഴിച്ചിട്ട് എന്നോട് പറയും. റെഫറൻസ് അവിടെ ഉള്ള സിനിമ റാവു ചാപ്പ് ചെയ്ത ഡയറക്ടർ തൃശ്ശൂരുകാരനാണ്, അതിന്റെ കുറുവ് എല്ലാം തൃശ്ശൂരുകാരാണ്. അപ്പോൾ അവർ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻപുട്സ് വരും, എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിക്കുന്നത്. ഈ സിനിമ ചെയ്തിരിക്കുന്ന എല്ലാവരും കൊല്ലംകാരാണ്. ഇതിന്റെ ഡയറക്ടർ കൊല്ലംകാരനാണ്, ഇതിന്റെ റൈറ്റർ കൊല്ലംകാരനാണ്, ചെയ്യുന്ന ഈ ഇരിക്കുന്ന ആൾക്കാരല്ലാതെ ഒട്ടുമിക്ക എല്ലാവരും കൊല്ലംകാരാണ്, ടെക്നീഷ്യൻസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആ സിനിമയിലുണ്ടാവും. അപ്പോൾ ആ സിനിമയുടെ ഒരു സ്വഭാവം കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ആക്സെൻറ്റിൽ സ്ലാങ്ങിലൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എന്നാലും ഞാൻ ഉപയോഗിച്ചത് ഭയങ്കര കൃത്യം കൊല്ലമാണോ എന്ന് എനിക്ക് അറിയില്ല. അത് കൊല്ലംകാരി എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് കൊല്ലമായിരുന്നു എനിക്ക് അറിയില്ല.